നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് ധർമ്മടം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് പോകാം. ധർമ്മടം വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ഏറെ മത്സരിക്കുകയും വിജയം വരിക്കുകയും ഏകദേശം 50,000 ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തുകയും അവിടെ നിന്ന് മുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ധർമ്മട മണ്ഡലവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ഇടത് മണ്ഡലമാണ്. ഈ എല്ലാ ട്രെൻഡുകളും മാറി മറിഞ്ഞു വന്ന സാഹചര്യത്തിൽ പോലും ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലം ശക്തമായി ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാലും അവിടെ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ തന്നെയും ഒരു ഭൂരിപക്ഷം, അതായത് LDF ഭൂരിപക്ഷം നിലനിർത്താൻ, വി ജയരാജനെ പോലുള്ള ഒരാൾക്ക് ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഈ നമ്മുടെ ധർമ്മടം. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏകദേശം 18ഓളം വരുന്ന സീറ്റുകളിൽ 2 മാത്രമാണ് UDF വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും ധർമ്മടത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും ധർമ്മടത്ത് മാറ്റുരയ്ക്കുമ്പോൾ, മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ചിത്രം ഏകദേശം ക്ലിയർ ആണ്. അവിടെ പിണറായി വിജയൻ തന്നെ വീണ്ടും ജയിക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയും അണികളും പ്രവർത്തകരും എല്ലാവരും തന്നെ. കാര്യം, പിണറായി വിജയന് പകരമായി അവിടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇറക്കാനോ പിണറായി വിജയനെ അവിടെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരു നേതാവിന് വിജയിച്ച് കയറാനോ സാധ്യമല്ലെന്ന് UDF കരുത്തന്മാരായ പല നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവിടെ പോയി ഭാവി കളയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും ചെറിയ നേതാക്കന്മാരെ UDF അവിടെ മത്സരിപ്പിക്കാറുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇത്തവണ ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഇത്തവണ UDF ചിന്തിക്കുന്നത് അവിടെ പിണറായി വിജയനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ അതുപോലെ ഒരു നേതാവ് കളത്തിലിറങ്ങിയേ പറ്റൂ. അപ്പോൾ അങ്ങനെ കളത്തിലിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്, ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിന് ഒട്ടേറെ ഗുണഗണങ്ങൾ ഉണ്ടാവണം. ഒന്ന്, പിണറായി വിജയനെതിരായി സംസാരിക്കാനുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണം ആയിട്ട് കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, ആളൊരു ചെറുപ്പക്കാരൻ ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അയാൾക്ക് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള താല്പര്യവും ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള വൈഭവവും ഉണ്ടാകുന്ന ഒരാളായിരിക്കണം തീർച്ചയായിട്ടും അവിടെ മത്സരിക്കേണ്ട ഒരു നേതാവ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കണക്കുകളും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഒക്കെ കൂടെ കൂടിച്ചേർന്നിട്ടാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു ഇടത് സൈദ്ധാന്തികനായി, അല്ലെങ്കിൽ അവിടെ ഒരു ഇടത് നേതാവായ പിണറായി വിജയനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരാൾക്ക് വിജയിച്ച് കയറാൻ കഴിയൂ എന്ന് തീരുമാനം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അവിടെ അങ്ങനെയുള്ള ഒരു നേതാവ് UDF ഉണ്ടോ? അതായത് പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, പിണറായി വിജയനോട് നേർക്ക് നേരെ എതിർ നിന്നുകൊണ്ട് മത്സരിക്കാൻ കഴിയുന്ന, തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ന് UDF ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ പ്രഭാവമുള്ള, പിണറായി വിജയനോട് എതിരെ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവിനെയും ഇന്ന് UDF നിന്ന് ഉയർത്തിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ധർമ്മടം മണ്ഡലം എന്നുള്ളത് വിട്ടേക്കൂ. ഇത്രയും കാലമായി LDF വളരെ പ്രാധാന്യമുള്ളൊരു മണ്ഡലം എന്നുള്ള രീതിക്ക് തന്നെ നോക്കാം. കഴിഞ്ഞ മനോരമ അടക്കമുള്ള പല ചാനലുകളുടെയും സർവേ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു പോപ്പുലാരിറ്റി, ജനസമ്മതി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നുവെങ്കിൽ തുടർന്ന് ഇങ്ങോട്ട് വരുന്ന ഓരോ ആഴ്ച കഴിയും തോറും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കുള്ള ജനസമ്മതി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാസം ആദ്യമുണ്ടായിരുന്ന ഒരു ജനപ്രീതി അല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നിലവിൽ ഉള്ളത്. എന്ന് വെച്ചാൽ പിണറായി വിജയന് വിജയിക്കാനുള്ള സാധ്യതകളും മുഖ്യമന്ത്രി ആയി പിണറായി വിജയൻ തന്നെ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ സത്യം. ഇതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പിൻബലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനെ എതിരിടാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. UDF മനസ്സിൽ അത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവാണ്. ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഷാഫി പറമ്പിൽ ഒരു ചെറുപ്പക്കാരനാണ്, പിണറായി വിജയനെതിരായി സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്,
പിണറായിക്കെതിരായി ചില കള്ളക്കഥകൾ മെനയാൻ കഴിവുള്ള ഒരു നേതാവാണ്. ഒരു ഉപജാപക വൃന്ദവും അതോടൊപ്പം തന്നെ മില്യൺ കണക്കിനുള്ള സാമൂഹ്യ മാധ്യമ ഫോളോവേഴ്സുമുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. അതോടൊപ്പം ഈ പറയുന്ന ന്യൂനപക്ഷത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വലിയ പിന്തുണ, എല്ലാ മുസ്ലിംസും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര സ്വഭാവത്തോടു കൂടിയുള്ള സംഘടനകളുടെയൊക്കെ പിന്തുണ ഷാഫി പറമ്പിലിനുണ്ട്. അപ്പോൾ ഇത്രയും മതി അവർ ചിന്തിക്കുന്നത്. അതായത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താ, ഷാഫിയെ പോലെ ഒരാൾ അവരുടെ മുഖ്യമന്ത്രി CH കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ഇങ്ങോട്ട് UDF അധികാരത്തിൽ കയറുന്ന സമയത്തൊന്നും ഒരു മുസ്ലിം നേതാവ് ഒരിക്കൽ പോലും ഇതിലേക്ക് എത്തിയിട്ടില്ല, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ അവരുടെ ഒരു മുഖ്യമന്ത്രിയായി കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് അതിനകത്തിലൊരു വാസ്തവം. അപ്പോൾ അതൊക്കെ കൊണ്ട് ഷാഫിയെ അവിടെ നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനാണ് ഇന്ന് UDF തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം മറ്റുള്ള രമേശ് ചെന്നിത്തല നിന്നിട്ട് കാര്യമില്ല, VD സതീശൻ നിന്നിട്ട് കാര്യമില്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ മാത്രമല്ല, കോൺഗ്രസിലുള്ള ഒട്ടുമിക്ക നേതാക്കന്മാർക്ക് നേമത്ത് പോയി മത്സരിക്കാൻ പോലും ഭയമാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പിണറായിക്കെതിരായി ഷാഫി പറമ്പിലിനെ ഇറക്കാം. കാര്യം എന്താ, ഷാഫിക്ക് നന്നായി കള്ളം പറയാനറിയാം, തന്നെയുമല്ല മില്യൺ കണക്കിന് ഫോളോവേഴ്സും അവിടൊപ്പം പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്, റീലുകൾ ചെയ്യാൻ അതീവ തൽപരനായ ഒരാളാണ്. അപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ റീല് കണ്ടാൽ മതി. അപ്പം UDF കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളം മാത്രം വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സംഘം ആളുകളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കള്ളം മാത്രം തിന്ന് ജീവിക്കുകയായിരുന്നു. അപ്പോൾ കള്ളം ഈ രീതിയിൽ കള്ളം പ്രചരിപ്പിച്ചാൽ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീഴ്ത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ് ഇന്ന് UDFിൽ അധിക പേരുമുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സതീശനാണെങ്കിൽ നുണ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്, ഷാഫി പറമ്പിലും അങ്ങനെ തന്നെ. പിന്നെ ഇനി ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ എന്തുകൊണ്ട് തള്ളിക്കളയണം എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന, നമുക്ക് എപ്പോഴും അത് തന്നെ ചിലർ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ ഈ വയനാട് ഇത് തന്നെയുള്ളോ നിങ്ങൾക്ക് പറയാൻ, വയനാട് വിട്ടൊരു കളിയില്ലേ, അത് മാത്രമേ ഉള്ളൂ ഭരണനേട്ടം എന്നൊക്കെ സ്വാഭാവികമായും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വയനാട് മാത്രമല്ല ഭരണനേട്ടം എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തുകൊണ്ട് വയനാട് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള സ്പെസിഫിക് ആയിട്ട് ചില കാരണങ്ങളുണ്ട്. അതായത് വയനാട് എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവാസ പദ്ധതി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. വയനാട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അവിടെ സംസ്ഥാന സർക്കാർ അല്ലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും, വളരെ സിസ്റ്റമാറ്റിക്കായി അവിടെ അത്രയും 178 പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്നുള്ളത്, ടൗൺഷിപ്പിൻ്റെ ഭാഗമായി വീട് വെച്ചു കൊടുത്തു എന്നുള്ളത് വസ്തുതയായി നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇതേ ഷാഫി പറമ്പിൽ തന്നെ 75 ലക്ഷം രൂപ MB ഫണ്ടിൽ നിന്ന് എവിടെ കൊണ്ടാണ് കലക്കിയത് എന്നുള്ള കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? ഈ ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും അടുത്ത അനുയായി, ഇപ്പോൾ അറിയാമല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സുള്ള മറ്റൊരു നേതാവാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് ഷാഫി കൊണ്ടുവന്ന് പാലക്കാടിന് കൊടുത്ത ഒരു മണിമുത്ത്. ഈ മണിമുത്ത് കാരണം കോൺഗ്രസ് പാർട്ടി എത്രത്തോളം നാണം കെട്ട് നാറി എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. ഈ മണിമുത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഈ മണിമുത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഫ്ലാറ്റ് വരെ പിന്നെ ഒരു ദിവസത്തേക്ക് കൊടുക്കാം എന്ന് വരെ ഏറ്റിരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള സകലമാന വൃത്തികേടുകളുടെയും ഗുണഭോക്താവ് എന്നുള്ള നിലയിലായിരിക്കും ഒരു പക്ഷേ ജനം ഷാഫി പറമ്പിലിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ നടത്തുന്ന ഒരു കൂട്ടുകച്ചവടമാണോ ഇത് എന്നൊക്കെ പലരുടെയും ഉള്ളിൽ സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ തന്നെയുമല്ല, കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറയും, OJ ജനീഷൊക്കെ പറയുന്നത് ഞങ്ങൾ VDFക്കാർ നിങ്ങൾ എടുത്ത പണം എത്രയാണെന്ന് വെളിപ്പെടുത്തിട്ടേ. അപ്പോഴും നമുക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 1,05,00,000 രൂപ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു 30 വീട് വെക്കുക? യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ കണക്ക് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കണക്കുകൾ പ്രകാരം 1,05,00,000 രൂപയാണ് ഇപ്പോൾ അവരുടെ നിലവിൽ അവരുടെ കയ്യിലുള്ളത്. ഒരു വീട് നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ ചിലവാകും എന്ന് തന്നെ വെച്ചോളൂ. ഈ 20 ലക്ഷം രൂപ ഒരു വീടിന് ചിലവാകുന്ന സാഹചര്യത്തിൽ ഇവർ വിചാരിച്ചാൽ 1,05,00,000 രൂപ കൊണ്ട് 30 വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഈ OJ ജനീഷ് എന്ന് പറയുന്ന ആൾ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പറയേണ്ട, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിലെ യൂത്ത് വിഭാഗം മറുപടി പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് തിരിമറിയെക്കുറിച്ച്, പിന്നെ കോൺഗ്രസിനോട് ചോദിക്കാൻ എവിടെയാണ് ആ പണം, എവിടെ, ആപ്പിൻ്റെ പ്രവർത്തനം എവിടം വരെ എത്തി, അവതാളത്തിലായില്ലേ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ UDFിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോട് നേരിട്ട് ചോദിക്കാൻ ജനങ്ങൾക്കുണ്ടെന്നേ. നിങ്ങൾ ആ വീട് വെച്ചു കൊടുക്കുന്ന എത്ര കാലത്തിനുള്ളിൽ ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 3.25 ഏക്കർ ഏറ്റെടുത്തു എന്ന് പറയുന്നു. അതിൽ 2 ഏക്കറോളം വരുന്ന ഭൂമി പിന്നെ അവിടെ വീട് വെക്കാൻ പ്രാപ്തമായ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്.
അതായത് സ്റ്റീപ്പായിട്ട് കിടക്കണം, അതായത് കുത്തനെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ കുത്തനെ കിടക്കുന്ന പ്രദേശത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ വീട് നിർമ്മാണം ഉദ്ദേശിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ LDF പറയുന്നതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ ശരിക്കും UDF ജനങ്ങളോട് പറയാനുണ്ട്. അത് പറയാൻ ശരിക്കും അവർ ബാധ്യസ്ഥരുമാണ്. യൂത്ത് കോൺഗ്രസ് ബാധ്യസ്ഥരാണ്. എന്നിട്ടാണ് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനെതിരായി ഷാഫിയെ പോലെ ഒരു നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ UDF അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. ഇവിടെ സംസ്ഥാന സർക്കാരിന് മുടക്കിയ പണത്തെക്കുറിച്ചും അത് എത്ര കോടി രൂപ എവിടെയൊക്കെ ചെലവാക്കി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ കണക്കുകൾ ഇവിടെ നമ്മളെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ UDFും യൂത്ത് കോൺഗ്രസും അവർക്ക് കിട്ടിയ തുകയെക്കുറിച്ചും ആ തുക എവിടെയെല്ലാം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചും ഒരു കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. 30 രൂപ കൊടുത്തിട്ട് ഇവിടെ 30 വീടിൻ്റെ ബിരിയാണി ചലഞ്ച് നടത്തിയവരാണ് ഇവിടുത്തെ ആൾക്കാർ, പിന്നെ UDF യൂത്ത് കോൺഗ്രസ്സുകാർ. എന്നിട്ട് എന്തായി? അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പോൾ അത്തരത്തിലുള്ള ചില വസ്തുതകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അപ്പം എന്നിട്ട് ഈ ഇതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി വർഗീയത കൊണ്ട് ഒരു ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി, വർഗീയത ഇവിടെ എന്തോ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷവും കൂടെ ചേർന്നുകൊണ്ട് ന്യൂനപക്ഷ പീഡനം നടത്തുന്നു, ന്യൂനപക്ഷത്തെ ഇവിടെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലൂടെ ഈ വർഗീയതയെ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ്. ന്യൂനപക്ഷ വർഗീയതയെ, അതും ന്യൂനപക്ഷ നല്ല വർഗീയതയല്ല, ന്യൂനപക്ഷമായ ഭീകര വർഗീയതയെ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെതിരെ വർഗീയത ഇറക്കി ഒരുപക്ഷെ കളിക്കാം, പക്ഷേ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പിണറായി വിജയനെ എതിരിടാൻ തക്ക ഒരു തണ്ടിയായി മാറാൻ നമ്മുടെ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ ഏറെക്കുറെ ബോധ്യത്തോടു കൂടി തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.